15ാമത്തെ ദിവസം നമ്മളെ സൗദി ചെയ്യാണ്ട് ഇതൊരു അടിപൊളി ടിപ്പും പാടെ പറഞ്ഞുതരാൻ പോവാണ്. കാരണം അൻവറും മർജുനൊക്കെ കൂടെ ഉണ്ട്. വീഡിയോ കാണിച്ചില്ലാന്നിട്ട് അവന് ഭയങ്കര സങ്കടം. അതങ്ങോട്ട് തീർത്തു കൊടുത്തു. നമ്മളെ ജിമ്മിന്റെ ഒരു ഹിഡൻ സ്പോട്ട്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഇന്ന് വായിച്ചത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കാണാൻ നമ്മൾ അമ്മക്കുളം പാടത്തെ എന്താ അഭിഷേക്, ഇന്ന് 15ാമത്തെ ദിവസം നമ്മളെ സൗദി ചെയ്യാണ്ട് 15ാമത്തെ ദിവസമാണ്. ഇന്ന് ഇതൊരു അടിപൊളി ടിപ്പും പാടെ പറഞ്ഞുതരാൻ പോവാണ്. കാരണം ഇന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പലർക്കും നീക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാവിലെ. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി സൊല്യൂഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത് 90% നമുക്ക് അപ്ലിക്കബിൾ ആണ്, അടിപൊളിയാണ്, സിമ്പിൾ, ചിലവൊന്നുമില്ലാത്തൊരു പരിപാടിയാണ്. നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എവിടെയാ വെച്ചാൽ കയറിയിട്ട് മാത്ത് അലാറം എന്നാണ് വെച്ചാൽ മാത്ത് അലാറം എന്ന് വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് അടിച്ചു കൊടുത്താൽ തന്നെ അടിപൊളി കുറേ ആപ്പുകൾ വരും. ആ ആപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അതിൽ അലാറം വെക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അലാറം അടിക്കും. സാധാരണ നമ്മൾ എന്താ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കട്ടാക്കി അവിടെ കിടന്നുറങ്ങും. അതിന് പകരം ഇതിൽ കറക്റ്റ് ഒരു കണക്ക് വരും. എന്നുവെച്ചാൽ 5+6 എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കണക്ക് വരും. ആ കണക്ക് കൂട്ടി അതിന്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ അലാറം ഓഫ് ആവുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളെ മൈൻഡ് ഒന്ന് ഓൺ ആവും. പിന്നെ നമുക്ക് വല്ലാണ്ട് കിടക്കാതെ തോന്നില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട് നോക്കുക. അടിപൊളി പരിപാടിയാണ്. കാരണം വെച്ചാൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം അത് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോൾ അത് കണക്ക് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങുന്നവരുണ്ട്. പക്ഷെ നമ്മള് നീക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹവും വേണം, എന്നാലേ നമ്മൾ നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് ആയി ജിമ്മിലേക്ക് നമുക്ക് നേരെ പോവാം. ഇന്നും അതിലും ഒന്നുമില്ല, അതിലും നാട്ടിൽ തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്. ഇന്ന് ഫുൾ ബോഡി ഒന്ന് കളിച്ചിടാം. ഓൻ വന്നിട്ട് പാർട്സിന് കളിക്കാന്നാ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ജിമ്മിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലെത്തി. അൻവറും മർജുനൊക്കെ കൂടെ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം മിഥുൻ. ഓനെ വീഡിയോ കാണിച്ചില്ലാന്നിട്ട് അവന് ഭയങ്കര സങ്കടം. അതങ്ങോട്ട് തീർത്തു കൊടുത്ത്. ഇന്ന് വേറൊരു സാധനം കണ്ടുപിടിച്ചു. നമ്മളെ ജിമ്മിന്റെ ഒരു ഹിഡൻ സ്പോട്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ സൺറൈസ് വേറെ ലെവലിൽ കാണാൻ പറ്റും. നല്ലൊരു വൈബാണിത്. അങ്ങനെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് അതും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ബോഡി ഫുള്ള് കളിച്ചു. അങ്ങനെ രാവിലത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ തീർത്ത് വീട്ടിലെത്തി. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഇന്ന് പയറും കടലില്ലാത്തതുകൊണ്ട് 2 കോഴിമുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഫുള്ള് സെറ്റാക്കി. സെക്കൻഡ് ബോട്ടിൽ വെള്ളം കുടിച്ചു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ഫുള്ള് സെറ്റാക്കി. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ബുക്ക് വായിക്കാനും, പിന്നെ ഇതാ 3ാമത്തെ ബോട്ടിൽ വെള്ളം, ഈ 2 ബോട്ടിൽ വെള്ളവും വാക്കിങ്ങും മാടി മാക്സിമം ബാക്കിയുള്ളൂ. ഇങ്ങനെ നമ്മള് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, നാളെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. എനിക്ക് നാളെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് വെറുതെ ഒന്ന് എഴുതി വെക്കുക. അതിന്റെ പിറ്റേന്ന് ആ കാര്യം നമ്മൾ ചെയ്തതിന്റെ ശേഷം അത് ആ എഴുതി വെച്ച കാര്യം ഒന്ന് ടിക്കിട്ട് ഒന്ന് ആ ഒരു ഫീല് മനസ്സിലായി. യെസ്, നമ്മളത് ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അടിപൊളിയാ. കാരണം വെച്ചാൽ എനിക്ക് ഒരു കാര്യം ഞാൻ വിചാരിച്ചിങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇപ്പം അടിപൊളി മൂടാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണത്. നമുക്ക് എവിടെയും കിട്ടാത്തൊരു ഡോപ്പമിൻ റിലീസ് കിട്ടും. അപ്പം ബുക്ക് വായിച്ചിട്ട് ഇതിലുള്ള അടിപൊളി കാര്യങ്ങൾ ഞാൻ ഇനി വായിക്കുന്നതിലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ബുക്ക് വായിച്ചിട്ട് കാണണ്ട. ഇന്ന് വായിച്ചത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഹാബിറ്റ് പുതിയത് തുടങ്ങണം, പുതിയൊരു ശീലം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എല്ലാ ദിവസവും അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാക്സിമം ചെയ്യുക. കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. 5 മിനിറ്റ് മാക്സിമം അതിന് വേണ്ടി ചിലവാക്കിയാൽ മതി. ഉദാഹരണത്തിന് ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പേജ് 2 പേജ് മാക്സിമം വായിക്കും ഒരു ദിവസം. അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റും, കൂടുതലായിട്ട് ചെയ്യാനും പറ്റും. അതാണ് ഇന്ന് വായിച്ചെന്ന് മനസ്സിലായത്. അങ്ങനെ ബാക്കി പരിപാടി കഴിഞ്ഞ് നേരെ നടക്കാൻ ഇറങ്ങി. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൊണ്ട് നല്ല വ്യൂ ആയിന്, സൺസെറ്റ്, പിന്നെ ഇങ്ങനെ ഇരുണ്ട് വരണിട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് വേറെ ലെവലേ. ഈ കാണാൻ നമ്മൾ അമ്മക്കുളം പാടത്തെ കുളമാണ്. നല്ല രസമാണ്. പക്ഷേ ഇരുടായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ട്. ഇനി നമ്മുടെ ഈ ടാസ്ക് കൺഫർമേഷൻ ഇവിടെ കഴിഞ്ഞ അന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ എല്ലാം ക്ലിയർ ആക്കുകയാണ്. രാവിലത്തെ സെൽഫി എടുത്തു, വർക്കൗട്ട് രാവിലത്തെ സെറ്റാക്കി, 4 ലിറ്റർ വെള്ളം കുടിച്ചു, ഹെൽത്തി ഫുഡായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ വർക്കൗട്ട് സെറ്റാക്കി, 10 പേജ് ബുക്ക് വായിച്ചു, പിന്നെ യൂട്യൂബ് വീഡിയോ സെറ്റാക്കി. അങ്ങനെ എല്ലാ പരിപാടിയും ഇന്നും തീർത്തു ഉഷാറാക്കി. അപ്പോൾ നമുക്ക് നാളെ കുറച്ചുകൂടെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം ഗുഡ് നൈറ്റ്.